ഇത് പറയുന്നത് ഒരു ചരിത്ര പുരുഷനെ കുറിച്ചല്ല, ഒരു കിതാബിൽ ഇങ്ങനെ ഒരു മഹാനുണ്ടായിരുന്നു എന്നല്ല. എന്തുകൊണ്ട് ഖുത്ബുസ്സമാൻ മഹാനവറുകളെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഈ പരിശുദ്ധ വ്യക്തിത്വത്തിന്റെ കരങ്ങൾ പിടിച്ച് ഈമാനിലായി മരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് മഹാനവറുടെ പ്രത്യേകത എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ രീതിയിൽ അല്ലാഹുവല്ലാതെ മറ്റൊരു ലക്ഷ്യമില്ല എന്ന് കരുതി, വേറൊരു ഖിബ്ലയില്ല എന്ന് കരുതി, ബന്ധങ്ങളും ബന്ധനങ്ങളും മാറ്റിവെച്ച് അല്ലാഹുവിനെ തേടിയിറങ്ങി വതഹഖഖ ബിഹഖീഖത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന പരിശുദ്ധ വചനത്തിന്റെ യാഥാർത്ഥ്യവുമായി സമരസപ്പെട്ട് അതിന്റെ ആൾരൂപമായി വന്ന് അതിന്റെ ഹഖീഖത്തായി വന്ന് ഒരു മനുഷ്യൻ, അതാണ് ഖുത്ബുസ്സമാൻ എന്ന് പറയുന്നത്. ഇതാർക്ക് പറയാൻ കഴിയും? ഇതാർക്ക് പറയാൻ കഴിയും ഇങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവരായ യഥാർത്ഥത്തിൽ സുൽത്താൻമാരെന്ന് പറയുന്നത് അതുമായി സമരസപ്പെട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ യാഥാർത്ഥ്യം കണ്ടെത്തിയ മഅരിഫത്തിന്റെ അത്യുന്നതമായ മേഖലകൾ ദർശിച്ച ഖുത്ബുസ്സമാൻ പറഞ്ഞു, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ആളുകളെ, ഇവിടെ വന്ന ആളുകളെ, ത്വരീഖത്തിന്റെ തസവ്വുഫിന്റെ യഥാർത്ഥ മാർഗം, അതിന്റെ ശരിയായ ലൈന്, അതിന്റെ ശരിയായ മാർഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഹൃദയത്തോട് ചേർത്ത് വെക്കലാണ്, അത് കരാറ് പുതുക്കലാണ്, അത് ഈമാനിലായി മരിക്കാൻ പാകപ്പെടലാണ്. ആ ഒരു ദർശനത്തിലേക്കാണ് ഖുത്ബുസ്സമാൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കുക, ലോകത്തെ വിജയം കൈവരിച്ച ആളുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ ഇത്തരം ആളുകളിലൂടെയാണ് വിജയിച്ചിട്ടുള്ളത്. സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിലൂടെ വിജയിച്ചു. ഗൗസുൽ ആലമിന്റെ മുരീദന്മാർ മഹാനായ ഗൗസുൽ ആലമിലൂടെ വിജയിച്ചു. ഇത് കോഴിക്കോടാണ്. കോഴിക്കോട് കുറ്റിച്ചിറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു തന്റെ മുഹ്യിദ്ദീൻ മാലയിലൂടെ പഠിപ്പിച്ചതെന്താ? ആഖിറം തന്നെ കൊതിയുള്ള ലോകരെ അവരെ മുരീദായി കൊള്ളുവീനപ്പോൾ നമ്മളങ്ങനെ മുഹ്യിദ്ദീൻ മാല പാടും. പക്ഷേ അങ്ങനെ ഒരാളുടെ മുരീദായി മാറാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു ആരിഫായി ജീവിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന പരിശുദ്ധ വചനം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു മഹാനവറുകളുമായി ബന്ധപ്പെടാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു മഹാനവറുകൾക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടുത്തെ യഥാർത്ഥ മുരീദന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധ പ്രസ്ഥാനങ്ങളുടെയും സംഘടനകളുടെയും അപകടകരമായ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു തആല ഈ സമുദായത്തെ, ഈ സമൂഹത്തെ, ഈ ഉമ്മത്തിനെ രക്ഷിച്ച് യഥാർത്ഥത്തിൽ ഹബീബായ റസൂലുള്ളാഹിന്റെ യഥാർത്ഥ ഉമ്മത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ചേർത്ത് വെച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ബഹുമാനപ്പെട്ട സദസ്സിനെ ധന്യമാക്കിയ മഹാനായ ശൈഖുന അവർകൾക്കും ഇവിടെ എത്തിച്ചേർന്ന മഹാനവറുകളുടെ ഖലീഫമാർ, ഔസിയ, സുന്നി ജംഇയ്യത്തുൽ ഉലമ, മുശാവറ മെമ്പർമാർ, അതേപോലെ എല്ലാ സഹോദരങ്ങൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 3 സ്വലാത്തോടുകൂടി ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.